ഹായ് വെൽക്കം ബാക്ക്. അതെ, ഇന്നൊരു DIY ഓർ ഹാൻഡ് മെയ്ഡ് ജേർണൽ സെറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഐ തിങ്ക് ഞാൻ 8 സപ്ലൈസ് ഉണ്ടാക്കിയിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ജേർണലിൻ്റെ കിങ് ആയിട്ടുള്ള പാറ്റേൺ പേപ്പറാണ് ഉണ്ടാക്കാൻ പോണത്. അതിൽ തന്നെ കിങ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഗ്രിഡ് പേപ്പർ അല്ലെങ്കിൽ ഗിങ്കം പേപ്പർ അങ്ങനെ എന്തൊക്കെ പറയുമല്ലോ അതിന്. സോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു സ്കെച്ച് ബുക്കത്തെ പേജാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഷീറ്റോ അങ്ങനത്തെ എന്തെങ്കിലും പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യുക. ഇതാവുമ്പോൾ കുറച്ചും കൂടി കട്ടിണ്ടാവും, അപ്പോൾ ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചൊരു ചെറിയ സൈസിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഷീറ്റിൻ്റെ വലുപ്പത്തിൽ തന്നെ ചെയ്യാം. പിന്നെ നിങ്ങളെ ജേർണലിൻ്റെ വലുപ്പം എത്രയാണോ അതിനനുസരിച്ചും ചെയ്യാം. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ എത്ര കത്രികയായിട്ട് മുറിച്ചാലോ അല്ലെങ്കിൽ സ്കെയിലായിട്ട് അളന്ന് മുറിച്ചാലോ ഇതിൻ്റെ ശരിയാവില്ല, എന്തായാലും വളഞ്ഞു പോകും. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാനിതാ ഗ്രിഡ് പേപ്പറാണ് വരയ്ക്കണത്. അപ്പോൾ ഞാൻ പേടിച്ചാണ് ഇത് വരയ്ക്കണത്. സ്ലോ ആയിട്ടാണ് വരയ്ക്കണത്. ഞാൻ അത് സ്പീഡിലിട്ടതാണ്. പിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനത്തെ ലൈൻസ് മാത്രം മതിയിരുന്നു എന്ന്. ഞാൻ രണ്ടാമതായിട്ട് നേരെ തിരിച്ചും ഇതേപോലെ വരക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, രസമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു കുഞ്ഞ ലൈനും കൂടി ഇട്ട് അത് കൊളായോ എന്നൊരു സംശയമുണ്ട്. വെള്ളിപ്പാര കള്ളിമുണ്ടിൻ്റെ ഒക്കെ പോലെ അല്ലേ, എനിക്കെന്തോ അങ്ങനെ തോന്നുന്നത് ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ. ഈ ലൈനാണ് പറഞ്ഞത്. ഞാൻ മെല്ലെ വരക്കണത്. അത് ആ ചെറിയ സ്ട്രോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സ്ലോ ആയിട്ടാണ് വരക്കണത്. പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് പ്രശ്നം തോന്നണില്ല. ആദ്യം ഞാൻ വിചാരിച്ച് ഒന്ന് മാത്രം കാണിച്ചിട്ട് ബാക്കി ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാമെന്ന്. പിന്നെ എല്ലാ പാറ്റേൺസും കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ രണ്ടാമത്തെ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാട്ടർ കളറാണ് യൂസ് ചെയ്യണേ എല്ലാത്തിനും. അപ്പോൾ ഫുള്ള് ബ്ലൂ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ വിചാരിച്ചത് ഒരു ഫ്ലോറൽ പ്രിൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് വള്ളികളൊക്കെ വരച്ചിട്ട് എന്നിട്ട് അതിന് ഫ്ലവേഴ്സും പിന്നെ ലീവ്സും പിന്നെ കുറച്ച് കായ്കളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം വരക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് നിങ്ങൾക്ക് കണ്ടാൽ മടുക്കുന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളതൊന്നും കാണിച്ചിട്ടുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരം വട്ടം അല്ലെങ്കിൽ സ്ക്വയർ, ഹാർട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും വരക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പാറ്റേൺ കാണിച്ച് തരുന്നതെന്ന് മാത്രം. പിന്നെ ഞാനിതിൽ കാണിക്കുന്നത് 5 പാറ്റേൺസ് ആണ് തോന്നുന്നുണ്ട്. 5 പാറ്റേൺസ് തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് പാറ്റേൺ ഇങ്ങനെ സർക്കിൾസ് ഇങ്ങനെ ഈ ബ്രഷിൻ്റെ സ്ട്രോക്ക് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ എൻ്റെ ഈ ബ്രഷ് പുതിയതായതുകൊണ്ട് തന്നെ നല്ലപോലെ വട്ടം വരക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു പഴയ ബ്രഷ് എടുത്തുകൊണ്ട് വരച്ച് നോക്കി. അപ്പോൾ നല്ലപോലെ കിട്ടിയിട്ടാണ്. പുതിയ ബ്രഷായിട്ടൊക്കെ ചെയ്യണതിനെക്കാട്ടി നല്ലത് ആ ബ്രഷ് കേടുവരും ചെയ്യും. പിന്നെ അതിനെക്കാട്ടി നല്ലത് പഴയ ബ്രഷിട്ട് ചെയ്യണമായിരിക്കും. പിന്നെ ഈ സർക്കിൾസും അങ്ങനെയൊക്കെ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് കളറാണോ എടുക്കുന്നത് അതിൻ്റെ പല ഷെയ്ഡ്, ടോണ് അങ്ങനത്തെ പല വേരിയേഷൻ ഉണ്ടാവില്ലേ കളേഴ്സിന്. അപ്പോൾ അങ്ങനത്തെ ഷെയ്ഡുകൾ എടുക്കുക. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്ലാഷ് പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാറ്റേണും റെഡിയായി. ഇനി അടുത്ത പാറ്റേണിന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും കളർ എടുക്കുകയാണെങ്കിൽ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ പല ഷെയ്ഡ്, പല ടോണ്, പല ടിൻറ്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഞാനിവിടെ സ്റ്റാർസാണ് വരക്കണത്. ഒരു വൈറ്റ് ജെൽ പെന്ന് വെച്ചിട്ടാണ് വരക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടും ചെയ്താൽ മതി, അപ്പോഴും നല്ലപോലെ കിട്ടും. പക്ഷേ എനിക്ക് സിമ്പിൾ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജെൽ പെന്ന് യൂസ് ചെയ്തത്. ലാസ്റ്റ് വണ്ണും ഗ്രിഡ് പാറ്റേൺ തന്നെയാണ്, പക്ഷേ ഡാർക്ക് ഷെയ്ഡുമ്മൽ വൈറ്റ് പെന്ന് വെച്ചിട്ടാണെന്ന് മാത്രം. അപ്പോൾ ഈ കാണിക്കണമൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയ 5 പാറ്റേൺ പേപ്പേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഒരു പാറ്റേൺ ബുക്ക് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കട്ടിയുള്ള പേപ്പറിൽ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തെടുത്തുകൊണ്ട് എല്ലാം കൂടി ഒരു സൈഡിൽ മാത്രം ഗ്ലൂ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു ബുക്ക് പോലെ കിട്ടും. അത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം, എന്നാലേ ഇതേപോലെ ബുക്ക് പോലെ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം നോക്കാം. അപ്പോൾ ഈ ഐറ്റങ്ങൾ കണ്ട് മടുത്തിക്കണമെന്നൊക്കെ അറിയാം. കാരണം ഞാനിത് ഷോർട്സിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ടിക്കണേ. പിന്നെ ജേർണലാവുമ്പോൾ സ്റ്റാമ്പ്സ് നിർബന്ധമാണല്ലോ. പിന്നെ അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വരച്ചെടുക്കേണ്ടത്. പിന്നെ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാൻ നോക്കട്ടോ, എന്നാലേ സ്റ്റാമ്പിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഇതിനങ്ങനെ അളവൊന്നുമില്ല, ഞാൻ ചെയ്ത പോലെ ഇങ്ങനെ വരച്ചെടുക്കാമെന്ന് മാത്രം. എന്നിട്ട് അത് ഇഷ്ടപ്പെട്ട രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കുക. പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ ബോർഡേഴ്സിൽ വെള്ളം വിട്ടാലും ഒന്നും കൂടി രസം ഉണ്ടാവും. ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ടാണ് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ലാസ്റ്റ് ഞാൻ എൻ്റെ രീതിയിൽ തന്നെയാണ് വരച്ചത്. പിന്നല്ലേ ഈ വീഡിയോ പല കളർ ടോണിൽ കൂടി കടന്നു പോകും. കാരണം എന്താ വെച്ചാൽ ഞാൻ പല ടൈമിലായിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ചിലപ്പം വെയിൽ വരും, ചിലപ്പം ഇരുട്ടാവും, ചിലപ്പോൾ
സാധാ കളറേക്കോ അങ്ങനെ പലതും ഉണ്ടാവും. പിന്നെ ഈ വൈറ്റ് സ്പേസ് വിട്ട സ്ഥലത്താണ് ഇതേപോലെ പഞ്ച് ചെയ്യേണ്ടത്. പഞ്ച് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്താലും മതി കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പണി ഉണ്ടാവും. പഞ്ച് ചെയ്യുമ്പോൾ പല സ്ഥലം മാറിപ്പോവും. അതാണ് ഈ പഞ്ചിൻ്റെ പ്രശ്നം. പിന്നെ ഡ്രോയിങ്ങിൻ്റെ കുറച്ചടുത്തേക്കായിട്ട് പഞ്ച് ചെയ്യാൻ നോക്കുക. എന്നാൽ കട്ട് ചെയ്യുമ്പോൾ ബോർഡേഴ്സ് കുറച്ച് ചെറുതാക്കിയിട്ട് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്. ഒന്നുകിൽ ഇതേപോലെ ജേണൽ ചെയ്യാൻ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ സ്ട്രിപ്സ് പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യുക, അല്ലെങ്കിൽ ഒന്നൊന്നായിട്ട് കട്ട് ചെയ്യുക. ഈ സ്ട്രിപ്സ് ആയിട്ട് ചെയ്താൽ നമുക്ക് തന്നെ തോന്നും നമ്മൾ ജേണൽ സെറ്റ് മേടിച്ചതാണെന്നൊക്കെ. അത് ഓരോ ടൈം ജേണൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി, അപ്പോൾ രസമുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ ഇതേപോലെ ഓരോന്നായിട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാമ്പ്സ്. എൻ്റെ ഫേവറേറ്റ് അങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തേക്ക് കിടക്കാം. അടുത്തതും സ്റ്റാമ്പ്സിൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ലെങ്ത്ത് കൂടി വിഡ്ത്ത് കുറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാവല്. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ ഈ കോർണേഴ്സിൽ മാത്രം ഇങ്ങനെ ഹോൾസ് ഇട്ടാൽ മതി, എന്നാലേ ടിക്കറ്റ്സ് പോലെ കിട്ടുള്ളൂ. അത് കട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. പിന്നെ അതിനെ പെയിൻറ് ചെയ്തെടുക്കുക. പിന്നെ കട്ട് ചെയ്തതിന് ശേഷം ഓരോ ടിക്കറ്റ്സിൻ്റെ ആ ഭാഗമല്ലേ അതിങ്ങനെ സ്കോർ ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണിക്കണ പോലെ ഈ സ്ഥലത്ത് ഇങ്ങനെ സ്കോർ ചെയ്ത് കൊടുക്കുക, എന്നാലേ അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതേപോലെ വരുള്ളൂ. പിന്നെ ടിക്കറ്റ്സിന് കുറേ നമ്പറൊക്കെ ഇട്ട് കൊടുക്കണം. അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഈ ഐറ്റത്തിന് പ്രത്യേക ഒരു ഫാൻ ബേസാണ്. ഈ ജേണൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടം വാഷി ടേപ്പാണെന്ന് തോന്നുന്നുണ്ട്. എനിക്കും ഇഷ്ടമാണ്, പക്ഷേ ഞാൻ വാഷി ടേപ്പ് കിട്ടിയാൽ ഞാൻ യൂസ് ചെയ്യൂല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഈ ഐഡിയ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. മാസ്കിങ് ടേപ്പും ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ട് വാഷി ടേപ്പ് ആക്കണ ടൈപ്പ്. എല്ലാവരും ഹാൻഡ് മെയ്ഡ് വാഷി ടേപ്പ് എന്ന് പറയുമ്പോൾ പേപ്പർമ ചെയ്യണതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ആരും ഇതുവരെ മാസ്കിങ് ടേപ്പുമ്മ പെയിൻറ് ചെയ്തിട്ട് വാഷി ടേപ്പ് എന്ന് പറഞ്ഞ് ചെയ്തിരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. നോട്ട് ദി പോയിന്റ്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്ത് മനസ്സിലായി, ഇതിൻ്റെ മണ്ടയിൽ വന്ന ഐഡിയ ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പല സൈസിലായിട്ട് ചെയ്യാൻ നോക്കുക. ഞാനിതാ ചെറിയ പീസാക്കിയിട്ട് കട്ടും ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ഞാനിതിൽ ഗ്രിഡ് പാറ്റേൺസും പിന്നെ സ്കൈയിൻ്റെ ഒരു പാറ്റേണും പിന്നെന്താ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി 2 പാറ്റേൺസ്. അത് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് ബാക്കിയുള്ള 2 പാറ്റേൺസ്. ഒന്ന് സ്പൈറലും പിന്നെ ഒരു ലീഫിൻ്റെ പാറ്റേണും, പിന്നെ ഒന്ന് പ്ലെയിൻ ആയിട്ടും വെച്ചിരിക്കണ്. അതങ്ങനെ ഒന്നുള്ളത് നല്ലതാണെന്ന് തോന്നി. പിന്നെ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു കട്ടുള്ള പേപ്പർ ഒരു ടാഗിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തുകൊണ്ട് അതിന് ചുറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മറ്റേ വാഷി ടേപ്പിൻ്റെ പോലെ തന്നെ അങ്ങനെ സർക്കിൾ പോലെ കട്ട് ചെയ്തിട്ട്, മനസ്സിലായില്ലേ, അങ്ങനെയും ചെയ്യാം. ഇത് പിന്നെ സിമ്പിൾ പരിപാടി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് മാത്രം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. അപ്പോൾ ഇതും മാസ്കിങ് ടാപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്, ഡോട്ടഡ് സ്റ്റിക്കേഴ്സ്. ഇത് വേണമെങ്കിൽ പേപ്പറിൽ സർക്കിൾ വെച്ചിട്ട് കളർ ചെയ്തിട്ട് കട്ട് ചെയ്താലും മതി. പക്ഷേ ഒരു സ്റ്റിക്കർ രൂപത്തിൽ വേണമെങ്കിൽ മാസ്കിങ് ടാപ്പുമ്മ ചെയ്യുമ്പോൾ രസമുണ്ട് എന്നല്ല, പക്ഷേ അത് ഒരു ജേണൽ സെറ്റിൽ നിന്ന് വേങ്ങണ ഒരു ഡോട്ടഡ് സ്റ്റിക്കറിൻ്റെ പോലെ തന്നെ ഉണ്ട് ഈ മാസ്കിങ് ടാപ്പിൽ ചെയ്യുമ്പോൾ. എന്നിട്ട് പിന്നെന്താ അതിങ്ങനെ എങ്ങനെയെങ്കിലും കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഒരു കട്ടർ വെച്ചിട്ട് ചെയ്ത് നോക്കി ആദ്യം. പിന്നെ ഞാൻ ശരിക്കും സിസേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തത്. ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ OHP ഷീറ്റാണ് എടുത്തത്. അതൊക്കെ വെറുതെ ഭംഗിക്ക് മാത്രം കേട്ടോ. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, എവിടെയെങ്കിലൊക്കെ ഒട്ടിച്ചാൽ മതി. എനിക്ക് തംബ്നെയിലിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിലൊക്കെ ഒട്ടിച്ചത്. അപ്പോൾ ഇനി അടുത്ത ഐറ്റത്തേക്ക് പോവാം. സത്യം പറയാലോ, എനിക്കിതിനെന്താ പേര് പറയാമെന്നറിയില്ല. ഞാൻ വെറുതെ ഇട്ടതാണ് കോഡ് സ്റ്റിക്കറിന്ന്. പിന്നെ ഞാനിത് സ്റ്റിക്കർ ആക്കിയിട്ടില്ല, ജസ്റ്റ് പേപ്പർ അങ്ങനെ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തിട്ട് അതിന്മേൽ വെറുതെ കോഡ്സ് എഴുതി കൊടുക്കുക. കളർ ചെയ്തിട്ടോ അല്ലെങ്കിൽ കളർ ചെയ്യാതെ ചെയ്യാം. ഇത് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വാഷി ടേപ്പിൽ ഇങ്ങനെ ഓരോ കോഡ്സ് എഴുതി കൊടുക്കട്ടോ. അതാവുമ്പോൾ കുറച്ച് സ്റ്റിക്ക് ചെയ്യാനും പറ്റുന്ന രീതിക്കാവും. അത് പിന്നെയാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിൽ സ്റ്റിക്കർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരുന്നുണ്ട്, അതേപോലെയും ചെയ്യാം. അല്ലെങ്കിൽ ഇത് വെറുതെ ഗ്ലൂ ചെയ്താലും മതി. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എടുക്കാൻ ഞാൻ മറന്നു. അടുത്തത് സ്റ്റിക്കറാണ്. അപ്പോൾ ഞാൻ സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ വരച്ച് വെച്ചിരുന്നു. അതിൽ പെട്ടൊന്നാണ് ഈ ഒരു ഇതിന് പറയുക ഡ്രാഗൺ ഫ്ലൈ. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്യുമ്പോൾ വൈറ്റ് സ്പേസ് ഇട്ടാൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും. പിന്നെ ഇത് നെയിം സ്ലിപ്പിൻ്റെ ബാക്കിലുള്ള ആ ഷീറ്റാണ്. അതന്നെ എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ OHP ഷീറ്റ്, ബട്ടർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും മതി. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. ആദ്യം ടാപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മളെ സ്റ്റിക്കറിൻ്റെ ആ പിക്ചർ ഒട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ പിന്നെയും ടാപ്പ് ഒട്ടിക്കുക. എന്നിട്ട് ഇതിലും കുറച്ചുകൂടി വൈറ്റ് സ്പേസ് വിട്ടിട്ട് തന്നെ ചെയ്യണം മീൻസ് കട്ട് ചെയ്യണം. അപ്പോൾ ശരിക്കൊരു സ്റ്റിക്കർ റെഡിയായി. ഇനി ഇത് വർക്കിംഗ് ആണോ നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ബാക്കത്തെ ആ വൈറ്റ് പേപ്പർ എടുത്തിട്ടാൽ
നമുക്ക് ശരിക്കും ഇതാ ഒട്ടുന്ന രീതിയിലുള്ള സ്റ്റിക്കർ റെഡിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും മാഗസീനിൽ നിന്നുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത ഫോട്ടോസോ ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്യട്ടെ. ഞാൻ വരച്ചെടുത്തത് മാത്രം. പിന്നെ തംബ്നെയിലിൽ കാണിക്കാൻ കുറച്ച് ബ്ലൂ സ്റ്റിക്കേഴ്സും കൂടി ചെയ്തെടുത്തേക്കണേ. ഇതിനൊന്നും ഞാൻ സ്റ്റിക്കർ ആക്കിയിട്ടില്ല, വരച്ചെടുത്തിട്ടുള്ളൂ. ഈ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സിൻ്റെ പ്രോസസ്സും ഇതേപോലെ തന്നെയാണ്. നെയിം സ്ലിപ്പിൻ്റെ ബാക്കത്തെ ആ ഷീറ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ അതിന് പറയുക സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. എന്നിട്ട് ഇതാണ് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഇതിലാണ് നമ്മൾ വരക്കേണ്ടത്. അത് അക്രലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ CD മാർക്കർ യൂസ് ചെയ്തിട്ടോ വരക്കുക. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് OHP ഷീറ്റിൽ വരക്കാമെന്ന്. പിന്നെയാണ് ഇത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് വേറെ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനത്തെ ടാപ്പ് തന്നെ മതിയല്ലോ വിചാരിച്ച്. എന്നിട്ട് അത് ഇളകി പോരാതിരിക്കാൻ ഞാൻ അതിൻ്റെ മേലെ വേറൊരു ടാപ്പ് ഒട്ടിച്ച്. അത് ആവശ്യമുണ്ടോയെന്നൊക്കെ അറിയില്ല, പക്ഷെ ഞാൻ ഒട്ടിച്ചിരിക്കണം. ഈ പൂച്ചക്കുട്ടിനെ ഞാൻ CD മാർക്കർ വെച്ചിട്ട് വരച്ചതാണ്. ഇതേപോലെ ആയിരിക്കും ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ. അത് ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്തതാണ് ആ ഫ്ലവർ. ഇതും സാധാ സ്റ്റിക്കറിൻ്റെ പോലെ ആ വൈറ്റ് പേപ്പർ റിമൂവ് ചെയ്തിട്ട് ഒട്ടിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. ക്യൂട്ടായിക്കണല്ലേ. ഇനി ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ അത് ഡേറ്റ് എഴുതാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഇവൻറ്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിയുള്ളൊരു പേപ്പർ, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ആ പേപ്പർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതേപോലെയൊക്കെ വരക്കുക. എന്നിട്ട് അതിൻ്റെ 4 കോർണേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ കേട്ടോ. അപ്പം തന്നെ അതിനൊരു ലുക്ക് വന്ന്. പിന്നെ ഞാൻ ഇതിൽ ചെയ്തത് ഫുള്ള് ബ്ലൂ ആണ്. കാരണം ഞാൻ ഗൂഗിളിനോട് ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ബ്ലൂ എന്നാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ സെലക്ട് ചെയ്തത്. പിന്നെ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ സാധനം ഇങ്ങനെ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ എല്ലതും കഴിഞ്ഞ്. ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജേണൽ സപ്ലൈ ഏതാണെന്നും കൂടി കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. പിന്നെ ഞാൻ ചെയ്യുന്നതിൽ എന്ത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം? ഈ വീഡിയോക്ക് റീച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ചെയ്തതിൽ ഞാൻ എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ.